ഓ വലിയ പുളിയൊന്നുമില്ല. ഇനിയെല്ലാം കൊടുത്തിട്ട് അച്ചാർ ഇടണം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമായിരുന്നു. ഒരു പച്ചമാങ്ങയെല്ലാം പിടിച്ചിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ഇതെനിക്ക് ഇന്നൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയ മാങ്ങയിൽ ചെറിയ ഒരു ഓട്ടമുണ്ട്. പഠിക്കുന്ന സമയത്ത് കല്ലിലേക്ക് വീണത്. കല്ലിൽ വീണ് പറഞ്ഞിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ആണല്ലേ, ചേനയെല്ലാം ഉറ്റിക്കഴിഞ്ഞു. പിന്നെ കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങ ബേക്കിൽ കാണുന്നില്ലേ സ്ഥലം, കണ്ടു നോങ്ങ. നല്ല സ്ഥലമല്ലേ, അടിപൊളി. ഈ വൈകുന്നേരം മാങ്ങ ആടുന്ന് മുറിച്ച് തിന്നാൻ വേണ്ടിട്ടുണ്ട്. ഞാൻ മാത്രം തിന്നാ എങ്ങനെ? നമുക്ക് അമ്മേനെ വിളിക്കാം. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാത്രം എല്ലാം എടുത്ത് റെഡി ആവാൻ പറഞ്ഞു. അമ്മ റെഡി ആയിട്ടുണ്ട്. വാ അമ്മേ. അമ്മേ, പാത്രത്തിൽ എന്തെല്ലാം ഉണ്ടമ്മേ? ഇത് മുളകുണ്ട്, ഉപ്പുണ്ട്. അത് പച്ച മാങ്ങല്ലേ, അതിനെ മുറിച്ചിട്ട് മുളക് ഉപ്പും കൂട്ടി തിന്നാൻ വേണ്ടിട്ട്. നിങ്ങളുടെ നാട്ടിലെല്ലാം ഭയങ്കര ചൂടായിരിക്കും അല്ലേ? നമുക്ക് അത്ര ചൂട് എന്ന് പറയാനില്ല. ഇത് കണ്ടില്ലേ, ഈ റബ്ബർ തോട്ടത്തിന്റെ അരുവത്ത് നമ്മളെ വീട്. റബ്ബർ തോട്ടത്തില ഇത്ര മാത്രം പുല്ലുണ്ട്. ഇപ്പൊ പശു ആടൊന്നും ഇല്ലാത്തതുകൊണ്ട് പുല്ല് നല്ലോണം ഉണ്ട്. റബ്ബറിന്റെ ഇല നല്ലോണം ഉണ്ട്. നല്ല തണലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ചൂടറിയുന്നില്ല. അമ്മ വരുന്നുണ്ട് വേക്കില് സെറ്റായിട്ട്. പാത്രത്തിന്റെ വെളി അടിക്കുന്നുണ്ട് നിങ്ങളെ വീട്ടേക്ക്. അങ്ങനെ ഓടിക്കണം. മുമ്പ് നമുക്ക് ആടും കാര്യമെല്ലാം ഉണ്ടാകുമ്പോ നമ്മിവിടെ കെട്ടിക്കൊണ്ടേ അല്ലേ? ഇവിടെ സ്ഥിരം കെട്ടിക്കൊണ്ടായത്. ഇപ്പൊ ആടും കാര്യമൊന്നും ഇല്ല. ആ സ്ഥലത്ത് നമ്മ കയ്യേറിയിട്ടിരിക്കുന്നു. ആടെ ഒരു കല്ലുണ്ട്. അവിടെ നമുക്ക് മുമ്പ് എപ്പോഴും ആട്ടുകുഞ്ഞി ഉണ്ടാകുമ്പോ ആ കല്ലിൽ കയറിയിട്ട് ആട്ടുകുഞ്ഞി ഇരിക്കും. നമ്മ ഇരിക്കല് വളരെ അപൂർവമായിട്ട്. നമ്മ ആട്ടിന് വെള്ളം കൊടുക്കുമ്പോ അവിടെ ഇരിക്കലുണ്ട്. ഇന്ന് എന്തായാലും ഞങ്ങൾ അവിടെ പോയിട്ട് ഇരിക്കുന്നു. നല്ല അടിപൊളി കുഞ്ഞു കല്ല്. നമുക്ക് പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ? നമുക്ക് കാട്ടിലെല്ലാം ഇരുന്നിട്ട് പഴുത്ത വാങ്ങാലും കിട്ടിയാൽ തിന്നലുണ്ട്. ഇന്നിപ്പോ പച്ച വാങ്ങാലോ കിട്ടിയത്. നിങ്ങൾക്ക് തിന്നാൻ കഴിയല്ലോ? എനിക്കുണ്ടപ്പാ, ഞാൻ പച്ച വാങ്ങിയൊന്നുമില്ല. അമ്മ അത് അവിടെ വെക്കുന്നുണ്ട്. ഇനി ഇത് മുറിച്ചാമേ. നല്ല നാടൻ മാങ്ങ തന്നെ അല്ലേ ഇത്? പൊയ്ക്കാനായി പോയി. ഞാൻ നിറവെല്ലാം വാങ്ങി 2 ദിവസം കഴിഞ്ഞ് പൊയ്ക്കോട്ടെ. അപ്പൊ നമുക്ക് കുറച്ചെടുക്കാം, നമുക്ക് തിന്നു നോക്കാം. എങ്ങനെയൊന്നും അറിയില്ലല്ലോ. ഇത് ആദ്യം പിടിച്ചാലേ. നല്ല ഇറച്ചിയില്ല മാങ്ങ. ഞാൻ മുറിക്കുമ്പോ നിങ്ങൾക്ക് തിന്നാൻ തോന്നില്ലേ? എനിക്കോട്ടപ്പാ, ഞാൻ പുളി ഇത് കാണുമ്പോ പൈത്ത പോലെ തന്നെ ഉണ്ട്. എനിക്ക് തിന്നിട്ട് അറിയണ അതിന്റെ. ഇതെന്ത് കോലിന് വീണതാ? അത് കല്ലിന് വീണത്. കോല് കയറി അല്ലേ? എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയല്ലേ? ഞാൻ നോക്കട്ടെ ഒരു കഷ്ണം. ഒന്ന് തിന്നോക്ക്, പാങ്ങണ്ടെങ്കിലും തിന്ന. അടിപൊളിയായിരിക്കും. എന്റെ കയ്യിൽ കിട്ടി മാങ്ങ, ഞാൻ തിന്നു നോക്കുന്നു. നമുക്കിവിടെ അടിപൊളിയായിട്ട് അങ്ങനെ ഉപ്പിലേക്ക് ആക്കാം. അടുത്ത ഭാഗം മുകളിലേക്ക് ചെറിയതാക്കണം. നമ്മ വലിയ കഷ്ണാക്കി. നീ ആദ്യം തിന്ന്, പുളി ഇല്ലെങ്കിൽ ഞാനും തിന്ന. നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നില്ലേ? നോക്കട്ടെ, നോക്കിട്ടേ ഞാൻ തിന്നു. എനിക്ക് പുളി അധികം വേണ്ട. എങ്ങനെയുണ്ട്? ഈ ഭാഗത്ത് എരിയുന്നു. അതിനാ ഉപ്പിലേക്ക് വെക്കുന്ന പുളി ഉണ്ടോ? കുറ ഇത് തിരിയുന്നില്ല. പുളി ഉണ്ടാക്കാൻ ഈ ഭാഗത്ത് വയ്ക്കാം. അത്യാവശ്യം നിങ്ങൾ ഉപ്പും പിന്നെ മുളക് ഇടാതെ കടിച്ചു നോക്കിയോ? ഉപ്പ് നോക്കട്ടെ. വലിയൊരു പോരാ. അമ്മേരെ അനുഭവം നോക്കാം. കഴിയുന്നോമേ? ഓ വലിയ പുളിയൊന്നുമില്ല. ഇനിയെല്ലാം കൊടുത്തിട്ട് അച്ചാർ ഇടണം. നമ്മ അച്ചാർ ഇട്ടിയ മുള തൊണ്ടയിൽ കുത്തുന്നു. അമ്മ സൂര്യാസ്തമയം കാണുന്നുണ്ടോമേ? കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ അടിപൊളി സായാഹ്നം. ഞങ്ങൾക്ക് തിന്നാലും തരുന്നില്ല അമ്മേ. വേഗം തിന്നു. ബാക്കി കുറച്ച് വന്നിട്ട് അച്ചാർ ഇടുമ്പോ കാണിക്കാങ്ങളെ. അമ്മ ഒരു കഷ്ണം തിന്നിട്ട് വാങ്ങാം. എനിക്ക് മതി. ഇപ്പൊ അത് പുളിക്കുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ പാങ്ങുണ്ടെന്ന് കളക്കണ പറഞ്ഞല്ലേ? പാങ്ങുണ്ട്, എന്നാലും ചെറിയ പുളിയുണ്ട്. വിളിപ്പൊന്നുമില്ല. ഞാൻ അതിനെ തിന്നു. ഞാൻ പഴുത്ത വാങ്ങിയ തിന്നില്ല. ഇപ്പൊ പല്ല് വിളിപ്പൊന്നുമില്ല, അതുകൊണ്ട് എല്ലാം തിന്നുന്നുണ്ട്. ആദ്യം വലിയ ആളെ പോലെ ഉപ്പും മുളക് പൊടിയിലോട്ട് തിന്നു. ഞാനേക്കാളും ടേസ്റ്റ് അതില്ല തിന്നത്. മാങ്ങയുടെ കളറിന് ഒരു മഞ്ഞ, പക്ഷെ ഇത് പച്ച സംഭവം. 2 ദിവസം കഴിഞ്ഞാൽ പോക്കും അല്ലേ? കുറെ ദിവസം കഴിഞ്ഞിട്ട് വലിയ മൂപ്പില്ലാന്ന് തോന്നുന്നു. ഒരു ടാറ്റ കൊടുത്തമ്മേ. നമുക്കെല്ലാം ടാറ്റ. അപ്പൊ പുതിയ വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം.